നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ അടുത്ത ലോഡ് കയറ്റി TMT ആണ്. 10 mm TMT ആണ് ഈ പ്രാവശ്യം കയറ്റിയത്, 10 mm. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തും നമ്മൾ ചെയ്തേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കയറ്റിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം TMT കയറ്റിയത് ചെയിൻ ഇട്ടാണ് ടൈറ്റ് ചെയ്തത്. ഇപ്രാവശ്യം ഇതേമാതിരി കുത്തിട്ടിട്ടാണ് ടൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുത്തിടുമ്പം ഏറ്റവും ചുരുങ്ങിയത് 8 കുത്തെങ്കിലും വേണം. ഒരു സൈഡിൽ 4 വെച്ചിട്ട് 2 സൈഡിലായിട്ട് 8 കുത്തെങ്കിലും ഇടണം. ഇതേമാതിരി പോളിടണം, കമ്പി. ഇതിട്ടാലാണ് കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. അതേമാതിരി തന്നെ ഏറ്റവും ഫ്രണ്ടിലും ബാക്കിലും ഓരോന്ന് നടുക്കായിട്ട് 2 ഇങ്ങനെയാണ് ഇടുന്നത്. 6 ഒരു സൈഡിൽ വരുന്നത്. എൻ്റെ കയ്യിൽ ആകെ 9 കുത്തേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ 4 വെച്ച് ഇടുന്നത്. അത് ചുരുങ്ങിയത് 4 വേണം. അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ കമ്പി പുറത്തേക്ക് വരും. കമ്പി പുറത്തേക്ക് തല്ലേ. അത് ഞാൻ കാണിച്ചു തരാം. വേറെ വണ്ടിയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടത്. എന്നിട്ട് ഞാനിപ്പോൾ ചെയിനിട്ട് ടൈറ്റ് ചെയ്യിച്ചു. ഓക്കെ, ഇതിൽ 6 ഉണ്ട്. ഈ വണ്ടിയിൽ 6 കുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട, 6 കുത്താണ് ഇതിനകത്ത്. ഈ എൻ്റെ അടുത്ത് കിടക്കുന്ന വണ്ടിയിൽ. എൻ്റെ വണ്ടിയിൽ 4 കുത്ത് ഇട്ടിട്ടുള്ളൂ. കാരണം അതിൻ്റെ അത്രേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ശരിക്കും 6 ഇടേണ്ടത് കുറച്ചുകൂടി നല്ലത്. ഇത് മതി, കുഴപ്പമില്ല, നിന്നോളും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ലോഡ്. TMT പോകുന്നത് നാഗർകോവിലാണ്. കോയമ്പത്തൂരിൽ നിന്ന് നാഗർകോവിലിലേക്കാണ് ഈ ട്രിപ്പ്. ബില്ല് കിട്ടിയിട്ടില്ല. ബില്ല് കിട്ടിയതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷം പതിയെ പോകും. ഓക്കെ, ഞാൻ മറ്റേത് കാണിച്ചു തരാം. ഇത് ചെയിൻ ഇട്ടേക്കണത് ഇതിനകത്ത് തന്നെ കുത്തു കുറഞ്ഞു പോയതിൻ്റെ പേരിൽ. അതെങ്ങനെയാണ് ഈ ഗുഡ്ഷെടുന്ന് നിറച്ചും പൊടിയും കാര്യങ്ങളൊക്കെ കണ്ട. റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു ടയർ മാത്രത്തിൽ നിങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ടോ. ഇനിയിപ്പോൾ ഡിഫറൻഷ്യൽ ഇട്ട് കൊടുക്കും. അപ്പോൾ 4 വീലിൻ്റെയും പിടിച്ചിട്ട് അതിനെ കറങ്ങി കയറിക്കോളൂ. അത് ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇട്ടു കണ്ടോ. ഇതിനകത്ത് പറ്റിയെന്ന് വെച്ചാൽ 3 കുത്ത് ഒരു സൈഡിൽ ഇട്ടുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നടുക്ക് വന്നപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇടിഞ്ഞു. കണ്ടോ, താഴേക്ക് ഇടിഞ്ഞു. അതുകൊണ്ട് ഇതിന് ചെയിൻ ഇടേണ്ട വന്നു. സെപ്പറേറ്റായിട്ട് ചെയിൻ ഇടുന്നത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ശരിക്കും ഒരു സേഫ്റ്റിക്ക് വേണ്ടി, ഇത് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി. അപ്പുറത്തും ഡി ഷാക്കിൾ. ഇതിന് പറയുന്ന പേരാണ് ഡി ഷാക്കിൾ. ഇതിന് ഡി ഷാക്കിൾ എന്ന് പറയും. ഇത് ടൈറ്റ്നർ. ഡി ഷാക്കിൽ 8 2 ചെയിൻ ഇടുമ്പോൾ 8 ഇങ്ങനത്തേന് 8 വേണ്ടി വരും. 4 പറഞ്ഞെത്തുമ്പോൾ 4 മറ്റേതുമ്പോൾ. ഇങ്ങനെയാണ് ടൈറ്റ് ചെയ്യണത്. 1 2 അപ്പുറത്ത് ഇതേമാതിരി തന്നെ ഡി ഷാക്കിൽ ഇട്ടിട്ടുണ്ടാവും. സൈഡിൽ ഡി ഷാക്കിലുണ്ടാവും. എന്നിട്ട് ടൈറ്റ്നർ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, ആളൊരു കുത്തുമുടി ഇവിടെ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ ഒരു കുത്തുമുടി ഇട്ടെങ്കിൽ ഈ സംഭവം ഇങ്ങോട്ട് വരില്ലായിരുന്നു. അതാണ് പറ്റിയ മിസ്റ്റേക്ക്. അപ്പോൾ ഈ ചെയിൻ ഇടേണ്ട വരില്ല. ഓക്കെ, കൊടൈക്കനാലിൽ 97 കിലോമീറ്റർ റൈറ്റിലേക്ക് പോകണം. പളനി റൈറ്റിലേക്ക് പോകണം 30 കിലോമീറ്റർ. ഇവിടുന്ന് കാണാം. നമ്മളിപ്പോൾ ഈ റോഡിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. ഒരുപാട് നാളെ ഈ റോഡിൽ വണ്ടി ഓടിച്ചിട്ടില്ല. പൊള്ളാച്ചി വന്ന് ഇതിങ്ങനെ പോകുന്ന ഒരു പരിപാടി നേരത്തെ ഉണ്ടായിരുന്നതാണ്, സ്ഥിരമായിട്ട്. വർഷങ്ങളായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ.
അങ്ങനെയാണ് കയറുന്നത്. പൊള്ളാച്ചി പടത്തിയല്ല ഞാൻ തോന്നുന്നു. ഞാൻ ഈ റൂട്ടിൽ എനിക്ക് അറിയാൻ പാടില്ല എനിക്കിത്. പക്ഷേ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സിംഗിൾ റോഡായിരിക്കും മാത്രം ഓടിയിട്ടില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റോഡുകളൊന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. പലപ്പോഴായിട്ട് ഈ രണ്ട് പ്രാവശ്യമായി കൂടംകുളം പോകുന്നത് ഈ റൂട്ടിൽ. പക്ഷെ എനിക്കിത് റോഡ് മനസ്സിലായിട്ടില്ല ഇത് ഏതാണെന്നുള്ളതിനെ പറ്റി. അതാണ്, അതായത് ഞാനൊക്കെ ഓടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കൂടുതൽ ഓടിയിട്ടുള്ളത് ടൂറിസ്റ്റ് വണ്ടിയായിട്ടാണ്. ഇപ്പോൾ ടൂറിസ്റ്റ് വണ്ടിയായിട്ട് സൗത്ത് ഇന്ത്യ ഏകദേശം ഫുള്ള് കവർ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴല്ല, ഒരു 2004, 2008 ആ കാലഘട്ടം വരുന്നത്. 2009 ശേഷം ഞാൻ പിന്നെ വണ്ടി അങ്ങനെ ഓടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. അത് നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാവും എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല ഞാനീ പറയുമ്പോഴൊക്കെ. കാരണം ആ സമയത്തൊക്കെ ഇങ്ങനെ ഈ ഡബിൾ ലൈൻ റോഡൊന്നും ഇല്ല. നമുക്ക് കൂടുതലും സിംഗിൾ ലൈൻ റോഡ്, അതായത് 4 ലൈനോ 6 ലൈനോ അങ്ങനത്തെ റോഡുകളൊന്നും ഇല്ല നമുക്ക് സൗത്ത് ഇന്ത്യയിലേ. നമുക്ക് കൂടുതലും ഉള്ളത് ഈ ഡബിൾ ലൈൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒറ്റ വരി ഉണ്ടാവുള്ളൂ. അതിനകത്ത് അങ്ങോട്ടേക്ക് ഒരു വരി, ഇങ്ങോട്ടേക്ക് വരുന്ന സെയിം അത് തന്നെ. അതിന് ഡബിൾ ലൈൻ എന്ന് പറയാം. ഇതിപ്പോൾ 6 ലൈനാണ്. ഇത് കണ്ട, ഇങ്ങനത്തെ റോഡൊന്നും ഞാൻ അന്ന് കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. ഞാൻ ഈ റോഡിലൊന്നും ഓടിയിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നതിന് കാരണം അതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും, കാണുന്നവർക്ക്. ഇപ്പം എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലായെന്ന് വരും. അതേമാതിരി ഞാൻ ഇത്രയും നാളും വണ്ടി ഓടിക്കാഞ്ഞതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇതാണ് ഒട്ടൻചിത്രം ഞാൻ പറഞ്ഞില്ലേ, ഒട്ടൻചിത്രം, ഡിണ്ടിഗൽ, മധുര റൂട്ടൊക്കെ പണ്ട് ഞാൻ ഓടിയിട്ടില്ല. പക്ഷേ ഇത് എനിക്കിപ്പോൾ കണ്ടാൽ എനിക്ക് അറിയില്ല. അതാണ് മീൻസ് ഇങ്ങനെ 6 ലൈനും ഇതൊക്കെ വന്നേ പിന്നെ എനിക്കറിയത്തില്ല. സത്യമായിട്ടും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. എനിക്കറിയില്ല. ഈ സ്ഥലങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലാതെ എനിക്ക് ഈ റോഡ് അറിയാൻ പാടാത്ത, ഈ റൂട്ട് അറിയാൻ പാടാതെന്നല്ല പറയണതേ. ഞാൻ വർഷങ്ങൾ ഈ പറഞ്ഞ മാതിരി കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരുന്ന വെച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴും ഞാൻ പറഞ്ഞ മാതിരി ടൂറിസ്റ്റുകളുടെ ഓട്ടം എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ഈ പാക്കേജ് ടൂർ എന്ന് പറയും. 8 ദിവസം, 10 ദിവസം, 12 ദിവസം ഇങ്ങനെയൊക്കെയാണ് ട്രിപ്പ് വരുന്നത്. ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ 15-30 ദിവസം വരെയൊക്കെ കണ്ടിന്യൂസ് ട്രിപ്പ് ഉണ്ടാവും അവരെയും കൊണ്ട്, ഒറ്റ ഒരു പാർട്ടിയെയും കൊണ്ട് തന്നെ. അതൊക്കെ ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കൊച്ചിയിൽ നിന്നാണ് പിക്കപ്പെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും ഞാൻ ഓടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ട്രിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ, തേക്കടി, ആലപ്പി, കോവളം, കന്യാകുമാരി, ഇതാണ് പൊതുവിൽ വരുന്നത്. പിന്നെ ഞാൻ ഒരുപാട് ഓടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുര പിക്കപ്പ്, അല്ലെങ്കിൽ ബാംഗ്ലൂർ പിക്കപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഓടിയിട്ടുണ്ട് ഞാൻ. കാരണം എനിക്ക് വലിയ വണ്ടിയായിരുന്നില്ല. അപ്പം അങ്ങനത്തെയൊക്കെ ട്രിപ്പുകൾ കൂടുതൽ വരും. ചെറിയ വണ്ടിക്കാർക്കാണെങ്കിൽ മൂന്നാർ, തേക്കടി, ആലപ്പി, കോവളം, കന്യാകുമാരി എന്നും പറഞ്ഞ് വരുന്നത്. എനിക്ക് ഇപ്പം മധുര പിക്കപ്പ്, രാമേശ്വരം, ചിലപ്പം മധുര പിക്കപ്പ്, ട്രിച്ചി, തഞ്ചാവൂർ, ചെന്നൈ, ബാംഗ്ലൂർ ഡ്രോപ്പ്, ഇങ്ങനെയൊക്കെ വരും. പിന്നെ ബാംഗ്ലൂർ പിക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ, അങ്ങനെ മൈസൂരിൽ നിന്ന് അങ്ങനെ വേറെ റൂട്ടുകളാണ്. ഹംപി, ബദാമി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ സ്ഥലങ്ങൾ കർണാടകയിലുള്ള. അപ്പം ഇതൊക്കെയാണ് ഞാനൊക്കെ ഒരുപാട് കണ്ടിട്ടൊക്കെ ഉള്ളത്. അപ്പം ഇവിടെ പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഈ റൂട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടൈക്കനാൽ, ഊട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന റൂട്ടുകളാണതൊക്കെ. പക്ഷെ ഞാൻ ഓടുന്നത് മുഴുവൻ ഈ ടൂറിസ്റ്റ് പ്ലേസുകളായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഈ പറഞ്ഞ മാതിരി വല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്കോ അങ്ങനെയുള്ള ഓട്ടങ്ങളൊന്നും ഞാൻ ഓടിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞ സ്ഥലങ്ങളൊന്നും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അല്ലാതെ റോഡ് അറിയാൻ പാടില്ല എന്നല്ല. റൂട്ട് അറിയാം. പക്ഷേ ഈ റൂട്ട് അറിയാമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഡബിൾ ലൈൻ റോഡും 6 ലൈൻ റോഡും ഒക്കെ ആയപ്പോൾ ഇപ്പോൾ ഉണ്ട് 4 ലൈൻ റോഡാണ്. ഡബിൾ ലൈൻ റോഡെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 4 ലൈൻ റോഡാണ്. ഇത് 2 ലൈൻ ഉണ്ടല്ലോ ഒരു ഇതിനകത്ത് തന്നെ. ഇപ്പോൾ ഇത് 4 ലൈനാണ് ടോട്ടൽ. അപ്പ് ആൻഡ് ഡൗൺ നോക്കുമ്പോൾ ഇതിവിടെ 2 ലൈനും അപ്പുറത്ത് 2 ലൈൻ, അങ്ങനെ 4 ലൈൻ റൂട്ട് എന്നാണ് ഇതിന് പറയാം. ഇങ്ങനെയുള്ള റോഡുകളൊന്നും അന്ന് ഇല്ല, നമുക്കില്ല.
ആകെ ഉണ്ടായിരുന്നത് ആദ്യം തന്നെ വന്നത് നമുക്കാണ് അങ്കമാലിയിൽ നിന്ന് ചേർത്തല വരെയുള്ള റോഡ്, അതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇതേമാതിരി സിംഗിൾ ലൈൻ റോഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തമിഴ്നാട്ടിൽ. ഇതാണ് നമ്മൾ 6 ആക്ക് എടുക്കണം എന്ന് പറയില്ലേ, ഇത് വേണ്ട, ഇതിനാണ് 6 ആക്ക് എന്ന് പറയണത്. ഇതാണ് 6 ആക്ക് പ്രാക്ടീസ് ചെയ്യണത്. അപ്പോൾ ഇത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ റോഡിൽ ബ്രേക്കേഴ്സ് മാറി വെച്ചിട്ടുണ്ടാവും. നമ്മൾ 6 ആക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെളിനാട്ടിൽ പോയാലും ഇതൊക്കെ ആവശ്യമായിട്ട് വരും. ഇവിടെ കുറച്ചും കൂടി ക്രിട്ടിക്കലായിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇപ്പം നോർമലായി. ഈ നമ്മുടെ ഈ കമ്പനിയിൽ, ഞാൻ ഓടിക്കുന്ന ഈ കമ്പനി SVT എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇവിടെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ അത് എന്തുകൊണ്ടാണ് ഇതൊക്കെ വളരെ ഈസി ആണെന്നും നോർമലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതെന്നൊക്കെ. അതേമാതിരി ലോഡ് കയറ്റുന്നത്, ട്രിപ്പ് കാര്യങ്ങൾ, ഇതൊക്കെ ഇവിടെ വേറെ ഒരു രീതിയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ വേറെ കമ്പനികളെ പറ്റി വലുതായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയുന്നത്. നമ്മുടെ ഈ കമ്പനി, ഈ SVT എന്ന് പറഞ്ഞ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ റോഡുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. ടോള് കൊടുക്കുന്നത് കമ്പനിക്ക് യാതൊരു കുഴപ്പമല്ല. പക്ഷേ കറക്റ്റായിട്ട് ഓടി നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. അപ്പോൾ ഇതിനിടക്കൂടെ ഞാൻ ഒന്ന് പറയട്ടെ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇവിടെ ജോലിക്കായിട്ടോ അല്ലെങ്കിൽ ജോലിക്കായിട്ട് വരാൻ താല്പര്യമാണ്. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 2 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആർക്ക് വേണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഇവിടെ ജോലി ഉറപ്പാണ്. അതിപ്പോൾ ട്രെയിലറിനകത്തേക്ക് ആണെങ്കിൽ ട്രെയിലറിനകത്തേക്ക് ഹെവി വണ്ടി 12 വീലാണെങ്കിൽ 12, 14 ആണെങ്കിൽ 14, 16 ആണെങ്കിൽ 16, ഏത് വണ്ടിയാണോ അതിനകത്തേക്ക് നമുക്ക് ജോലി ഉറപ്പാണ്. ഇവിടെ വെറുതെ വന്നാലും ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പിടിച്ചൊരു ജോലി തരും. അത്യാവശ്യം നല്ല സാലറി ഉണ്ടാവുകയും ചെയ്യും. പിന്നെ കുറേയൊക്കെ മല്ലുണ്ടാവും. കുറച്ച് 2-3 മാസത്തേക്കൊക്കെ നമ്മൾ കുറേയൊക്കെ, ഒരു കമ്പനിയല്ലേ, വലിയ കമ്പനിയാണ്, അപ്പോൾ അതിൻ്റേതായ കുറേ മല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കേണ്ടത് വരും ഇവിടെ. അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളതൊക്കെ ശരിയാവും, എല്ലാം നന്നായി വരും. അപ്പോൾ അങ്ങനെ വരാനായിട്ട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ കൂടി തന്നെ പറയുകയാണ്, എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. എൻ്റെ കോണ്ടാക്ട് നമ്പർ എൻ്റെ പല വീഡിയോകളിലും ഞാൻ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മെസ്സേജിൽ അയച്ചാൽ മതി, ഞാൻ അയച്ചു തന്നേക്കാം. അപ്പോൾ അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ജോലിക്കുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരാം. ഓക്കെ. ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടാൻ പോകുന്നത് ഇന്നിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദിവസങ്ങളിൽ എന്നോട് എൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തൂത്തുക്കുടിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൂത്തുക്കുടിയല്ല, നാഗർകോവിലിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 6-ാം തീയതിയാണ്. 7-ാം തീയതി 8-ാം തീയതി നാഗർകോവിലായിരിക്കും. 9-ാം തീയതി ആയിരിക്കും ഞാൻ മാറുന്നത്. 7-ാം തീയതി 8-ാം തീയതി ഞാൻ നാഗർകോവിലിൽ നിന്ന് മാറും. അപ്പം നാഗർകോവിലിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകും. അതിനു മുമ്പായിട്ട് ആരെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്ത് ഇതിനകത്ത് എൻ്റെ കൂടെ വരാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കൂടെ കയറാം. ഒരു 24-ാം തീയതി വരെ എൻ്റെ കൂടെ ഈ വണ്ടിയിൽ ഓടിക്കാൻ പറ്റും. ഈ വണ്ടിയിൽ ഓടിച്ചതിന് ശേഷം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. ഈ വണ്ടിയിൽ ഓടിക്കാം, എൻ്റെ കൂടെ ഓടിക്കാം, നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആവും. അതിന് ശേഷം നിങ്ങൾക്ക് ഈ വണ്ടി ഞാൻ തരും. ഈ വണ്ടി ഞാൻ തന്നിട്ട് ഞാൻ മാറും. ഈ വണ്ടി കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് ഓടിക്കാം. ഇതൊരു ഓഫറായിരിക്കും. ഓക്കെ, ഇന്നത്തെ ഓഫർ ഇതാണ്. അപ്പം ഞാനിപ്പം ഈ പറഞ്ഞ മാതിരി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടത്തോട്ട് നിർത്തുവാണ്. സംഭവം ഇരുട്ടായി. തിരിച്ച് എൻ്റെ മുഖം കാണിക്കാൻ നോക്കിയാൽ നടക്കില്ല, കാരണം ഇവിടെ വണ്ടിക്കകത്ത് ഇരുട്ടാണ് ഇപ്പം. അപ്പോൾ എന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല. ഇനി വണ്ടി നിർത്തിയിട്ട് വേണം. വണ്ടി നിർത്തിയിട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റില്ല. ഞാൻ വണ്ടി അതുകൊണ്ടാണ് ഇനി വണ്ടി നിർത്തി ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും സമയമെടുക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.